വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളെ നിക്കാഹിൻ്റെതും കല്യാണത്തിൻ്റെയൊക്കെ പർച്ചേസിൻ്റെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് വന്നിരുന്നു ഡ്രസ്സ് എടുക്കാൻ. ഷോപ്പിലേക്ക് പോയിട്ട് ഒരുവിധ പർച്ചേസൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇനിയും കുറച്ച് പർച്ചേസ് ബാക്കിയുണ്ട്. പെങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ ബാക്കിയുണ്ട്, പിന്നെ എനിക്കെടുക്കാനുണ്ട്, അളിയന്, പിന്നെ ഇവന് എനിക്കെന്താ ഡ്രസ്സാ? ഓന് പേനും ഷർട്ടും വേണമെന്ന് പറഞ്ഞിങ്ങനെ. അപ്പോൾ ഓനെടുക്കണം. അപ്പം എന്താ ഉപ്പച്ചിയും ഉമ്മയും എന്തൊക്കെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാ. അതൊക്കെ വയനാട്ടിൽ നിന്ന് വാങ്ങിയാ പോരെ? ഇപ്പൊ കിട്ടിയ ഇന്റെ പൈസക്ക് ആരതൊക്കെ ബെൽറ്റ് ഇടുന്നുണ്ട്. അപ്പം ബാക്കി പർച്ചേസിന് പോവാണ്. അളിയനും ഭാബിയും ഓൾറെഡി കോഴിക്കോടാണുള്ളത്. പിന്നെ ഇനി ഓരേത് ഷോപ്പിലുള്ളതെന്ന് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുള്ളത് ഇപ്പോൾ കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് പെരിങ്ങാലത്താണ് നമ്മളെ ജിത്തുക്കായിൻ്റെ പുര. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകും. ജിത്തുക്കായി അമ്മായിൻ്റെ പുര. ജിത്തുക്കായി നമ്മളവിടെ കൊണ്ടാക്കി തരും. എന്നിട്ട് എന്താ പരിപാടി ഇന്ന്? ഓക്കെ, ഷോപ്പിലുണ്ടാവും. ഓക്കെ, അപ്പം അവന്റെ ഷോപ്പിൽ നിന്ന് എന്തൊക്കെയോ ഓക്കെ. ഓന്റെ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡ്, കർട്ടൻ. ഓക്കെ, അപ്പൊ ചളിയടി കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ പോട്ടെ, എന്നിട്ട് ബാക്കി പോണെങ്കിൽ കാണാം. പർച്ചേസ് കഴിഞ്ഞാ ഗൈസ്, ഓളെ ഡ്രസ്സ് കാണിക്കാൻ പറ്റില്ല. നമ്മളിതാ അടുത്ത കടയിൽ കയറി വീഡിയോ ഒക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവാണ്. നമ്മളെ സിൽക്ക് മന്ദിറില്ലേ ആ ഷോപ്പിന്റെ പേര്. നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ഇതപ്പോ ബാക്ക് ടു ഇന്നോവ ഉണ്ട് ഇല്ലേ? ഐസി ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഭാവി ഡ്രസ്സ്? ഭാവി ഡ്രസ്സ് വീഡിയോയിൽ കാണിക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. കാരണം ഓള് ഒന്ന് മറടാ, ഓള് ഇടുന്നത് വേറെ ആരും കാണരുത്. വേറെ ആരെങ്കിലും അന്ന് കണ്ടാ മതി അല്ലേ? അല്ലേ ഇങ്ങോട്ട് നോക്കി. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഡ്രസ്സ് എങ്ങനെ? അളിയല്ലേ ഇഷ്ടപ്പെട്ടോ? അളിയാ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് ശരി. വലിയ സെയിൽസിന്റെ ആൾക്കാരോ അങ്ങനെ വലിയ വിലക്കുറവ് എന്ന് പറയാനില്ല. ബില്ലിങ്ങില് ക്യാഷില് മനസ്സിലായില്ല. ക്യാഷിലെ ആറ്റിറ്റ്യൂഡ് അത്ര പോരാ. ഓല് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളി. ഞങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ വേറെ ഇതൊന്നും ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. എന്താ പറഞ്ഞിരിക്കൂ? അത് നമ്മള് പറയണ്ട. അതുപോലെ അങ്ങനെ പോയിക്കോട്ടെ. അളിയനോട് അതായത് നമ്മള് ശോഭികയില് പോയപ്പോ നല്ല പെരുമാറ്റമായിരുന്നു എന്നാണ്. ഇവിടെ എന്തോ ആറ്റിറ്റ്യൂഡ്. ചേച്ചിമാര് കുഴപ്പമില്ല, ഓരൊക്കെ നല്ല ഉഷാറായിരുന്നു. കാണിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ബില്ലിംഗ് ആളല്ലേ. എപ്പോഴും ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്യുന്നിടത്ത് നല്ലത് കിട്ടണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മള് ചുമ്മിക്ക് ഉടുപ്പെടുക്കാണ്ട് നമ്മള് പുറത്ത് ഇറങ്ങിയത്. ഞാനൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിക്കല്. ഞാൻ പിന്നെ ദേഷ്യം പിടിക്കാൻ നിക്കൂല. നമുക്ക് ഇഷ്ടല്ലേ പിന്നെ നമ്മളവിടെ നിക്കേണ്ട ആവശ്യമില്ലല്ലോ. അക്കു ഇന്നലെ പുരയൊക്കെ തിരിച്ചു പോയി രാത്രി തന്നെ. ഓന് മനസ്സിലായി ഇവരെ കൂടെ ഒന്നും നടക്കൂല എന്നുള്ളത്. അപ്പൊ ഇനി നമ്മളെ പോണത് SM സ്ട്രീറ്റ് ലോഡ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അവിടുന്ന് നമ്മൾ നേരെ വന്നത് മാനാഞ്ചിറ സ്ക്വയർ ഇങ്ങോട്ടാണ്. ഇതിന്റെ അടുത്താണ് നമ്മൾ SM സ്ട്രീറ്റ്, മുട്ടായി തെരുവ് എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പോൾ വണ്ടി പാർക്കിംഗ് അവിടെ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇനി നടക്കണം. അളിയൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനാഞ്ചിറൻ്റെ ലുക്കൊന്നും ഇങ്ങനെ കാണിച്ചിരുന്നതാണ്. കോഴിക്കോടിൻ്റെ തനി മാനാഞ്ചിറ സ്ക്വയർ. ലൈസി ഈ കണ്ടിക്കണ ഇതിൻ്റെ മുന്നത് ഇല്ലേ? കണ്ടിട്ടുണ്ടാവും, മറന്നുപോയത്. പർച്ചേസ് കഴിഞ്ഞ് പോവാണ്. ഇവിടെ ഒടുക്കത്തെ തിരക്കാ. ലോയിക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് മുട്ടായി തെരുവിലൊക്കെ പോയിട്ട് എല്ലാരും വന്നിരിക്കുകയാണ്. വീഡിയോ തുടങ്ങി എല്ലാരും അടങ്ങിയിരിക്കട്ടോ. ജിത്തുവിന്റെ ഞാൻ പറഞ്ഞില്ലേ ബെഡിന്റെ ഷോപ്പാണെന്ന്. ഗുണായി ഉറങ്ങാ. ലോയി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഓയ് ലോയി അവിടെ എണീപ്പിക്കണ്ട. അപ്പം എല്ലാടെ പാട്ട് ഓഫാക്ക്. കോപ്പി റൈറ്റ് 1 മിനിറ്റടാ.
അപ്പം ഇവരൊക്കെ തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. നാളെ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് ജിത്തുക്ക അതിൻ്റെ കൂടെ. ഡ്രസ്സ് മൂത്ത കാക്ക എന്നുള്ള രീതിയിൽ ജിത്തുവിൻ്റെ വകയാണ് എനിക്ക് ഡ്രസ്സ് എന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ സന്തോഷമാണ്. നമുക്ക് സെറ്റാക്കാം, ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിച്ച കർട്ടൻ ഇതിലേതായിരുന്നടാ? ഇതല്ലേ? ഈ കർട്ടൻ ആട്ടോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കണേ. അപ്പം കോഴിക്കോട് ഏരിയയിൽ ആർക്കെങ്കിലും ബെഡോ കർട്ടൺ എന്തെങ്കിലും വേണമെങ്കിൽ ഇതാ നമ്മളെ മാരുതി മലാപ്പറമ്പ് മാരുതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ ഇവൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. ഇവനെ കോണ്ടാക്ട് ചെയ്താൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് കർട്ടൻസ് ഒരു വെച്ച് തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ എന്തോ ഓഫറൊക്കെ ഉണ്ടല്ലോ അല്ലേ? വരാണ്ട്. നെക്സ്റ്റ് വീക്ക് പുതിയ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ കർട്ടനൊക്കെയാണ് ഓഫർ കൊടുക്കുന്നില്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്? 100% ഗീവ് അവേ വേണ്ട. പിന്നെ അതിൽ ഓഫർ വീട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി. ബെഡും കാര്യങ്ങളും ബെഡ്ഷീറ്റ് കംഫേർട്ട് അമ്മക്കെല്ലാം ഫ്രീയാ. അമ്മ ഈ കട തന്നെ കൊണ്ടുപോയിക്കോളി. അപ്പോൾ ഇവരെ പറഞ്ഞു വിടട്ടെ കേട്ടോ. അവരെല്ലാവരും കയറി പോവാണ്. ഇനി എൻ്റെ തല എൻ്റെ ഫിഗർ ആയിരിക്കും നിങ്ങൾ കാണുക 2 ദിവസത്തിന്. എൻ്റെ ഫോട്ടോ എൻ്റെ തല. ബൈ ബൈ പറയട്ടെ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറകിൽ വെച്ചിരിക്കുന്നു കേട്ടോ. മൊത്തത്തിൽ പുറകിൽ മൊത്തം സാധനങ്ങളാണ്. ടാറ്റാ, ഓക്കെ, ബൈ ബൈ. ഒരു പോണത് വരെ എടുക്കല്ലേ. അങ്ങനെ ഡ്രസ്സിങ് കഴിഞ്ഞ് കല്യാണ പർച്ചേസ് ഒരു 90% കഴിഞ്ഞ്. അപ്പോൾ സമാധാനമായി. ഇനിയിപ്പം ഇവരടുത്ത ശനി ഞായറും ഇനി ബാംഗ്ലൂർക്കാണ് നമ്മൾ. അവിടെ പോയിട്ട് പർച്ചേസ് ഉണ്ട് ബാക്കി. ഓക്കെ, ബൈ. ബാംഗ്ലൂർ ആരെങ്കിലും കണ്ട് പറയട്ടോ. അടുത്ത ശനി ഞായറും ബാംഗ്ലൂർക്ക് ഓരോ ഡാറ്റയൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ വിട്ട്. നാളെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ, എൻ്റെ ATM കാർഡ് എല്ലാം ഓരോ കയ്യിലാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് ഓടിപ്പോയിട്ട് അത് വാങ്ങട്ടെ. ഓക്കെ, ഞാൻ വീണ്ടും വന്നു ഗൈസ്. കാർഡെടുക്കും. പൈസ എവിടെ? ഈബിൾ ജെറ്റിൻ്റെ വണ്ടിയോ? അത് ഞാൻ കണ്ട്. പിന്നെ ഗുഡ് മോർണിംഗ് അഗൈൻ. ഇന്നലെ ഓരോ പോയതിനു ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ ലോകം മടിയനായി. പിന്നെ ഇവിടെ അമ്മേൻ്റെ പുരയിൽ വന്ന് ഇവിടെ ഇരിപ്പാണ്. അപ്പോൾ ഇന്നിഞ്ഞ് കല്യാണ ചെക്കൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡ്രസ്സും ഉമ്മ തിരിച്ചുകൊണ്ടേ ഞാനത് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇപ്പോൾ ജിത്തുവിൻ്റെ ഒരു ടീഷർട്ടും വാങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പം നാട്ടിൽ നിന്ന് ചെറിയ മോനും അക്കുവും വരുന്നുണ്ട്. അക്കുവിനും ഡ്രസ്സ് എടുക്കണം നമ്മൾ അനിയന്. അപ്പം ഓനും വരുന്നുണ്ട്. പിന്നെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ പോവാണ് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ ഡ്രസ്സ് എടുക്കൽ ചടങ്ങ് നാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കോഴിക്കോടാണ്, മഴ ഇല്ലാണ്ടൊന്നുമില്ല. അപ്പം 8:30 നമ്മൾ ഇവിടുന്ന് പോകണം രാവിലെ. അപ്പോൾ 8:15 ഇവിടെ എൻ്റെ ഇരിക്കാന്ന് വിചാരിച്ച്. കാരണം നമ്മളെ ജിത്തുവിന് ഷോപ്പ് തുറക്കണം. 9 മണിയാകുമ്പോൾ ഷോപ്പ് തുറക്കണം. അപ്പോൾ ഇവിടുന്ന് 8:30 പോയാലും 9 മണിക്ക് അടുത്തു.